മുജീബേ, എന്താ അവിടെ ഒരു ബഹളം? ഇവിടെ ഒരു പരിപാടി നടക്കുമെന്ന് അറിയില്ല. അവിടെ ഭയങ്കര ഒച്ചപ്പാടും ബഹളും. ഒന്ന് പോയി നോക്ക് രാജേന്ദ്ര. അതെ, പേടിക്കാനൊന്നുമില്ല. അവിടെ കുടുംബശ്രീയുടെ ഒരു മീറ്റിംഗ് നടക്കുന്നതാ. പെട്ടെന്ന് നിർത്തിക്കോളാന്നാ പറഞ്ഞേക്കണേ. എന്നാ പിന്നെ കുറച്ച് സമയം നമുക്ക് റെസ്റ്റ് എടുക്കാം. എന്താ അവിടെ നടക്കണേന്ന് അറിയാലോ. കൊച്ചു കൊച്ചു തമാശകൾ കോർത്തിണക്കി വെറുതെ ഹാസ്യത്തിന് വേണ്ടി മാത്രം ഏവർക്കും പരിചയമുള്ള കുടുംബശ്രീ എന്ന ആശയത്തെ ആസ്പദമാക്കി ഒരു ചെറിയ ഹാസ്യം. മൈക്ക് ടെസ്റ്റ്. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഒരുമ കുടുംബശ്രീ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് അടുത്ത ആഴ്ച ക്രിസ്മസ് ആണ്. ആ ക്രിസ്മസ് പ്രോഗ്രാം നമുക്ക് എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യാം എന്നുള്ളൊരു കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓ എന്റെ ദീപ്തി, എന്റെ കാരെ, ഇവിടെ എന്തൊരു നല്ലൊരു പ്രോഗ്രാമാ പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയിൽ കൂടെ നിങ്ങൾ ഇങ്ങനെ കുണുകുണുകുണുകുണാന്ന് വർത്താനം പറഞ്ഞോണ്ടിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഏത് സമയം നോക്കിയാലും ഇങ്ങനെ കൊതിന്നോണം പറഞ്ഞോണ്ടിരിക്കും. അതെന്നാ ദീപ്തി, അതെന്നാ കാണിച്ചത്? കാര്യം എന്ത് പരിപാടിയാണ് കാണിച്ചത്? നിങ്ങൾ അവൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ കൊണോണാന്ന് സംസാരിക്കാൻ കൊള്ളാവോ? അവൾ നല്ല കാര്യം പറഞ്ഞോണ്ടിരിക്കില്ല. അതെന്താ മനസ്സിലാക്കാത്ത നിങ്ങള്? നീ ആരുടെ പറയുന്നത്? അതെ, കുടുംബശ്രീയുടെ യോഗം ഇന്നിവിടെ നടക്കുമല്ലേ, അപ്പൊ എല്ലാവരും വരും. എന്റെ പ്രസംഗം മോശമായി അവൾമാരെല്ലാം കൂടെ എന്നെ കളിയാക്കും ചേട്ടാ. അതുകൊണ്ട് നല്ല രീതിക്ക് ഒന്ന് സംസാരിക്കാനൊന്ന് പഠിച്ചോണ്ടിരിക്കുവായിരുന്നു. ആ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെക്കട്ടെ. എന്ത് സാധനമാ? അല്ലെ വെട്ടുകത്തി, ഒലക്ക, വെട്ടുവാൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വെക്കട്ടെ. അതെന്താ മാറ്റുന്നത്? കുടുംബശ്രീയുടെ പരിപാടിയല്ലേ, എന്തായാലും ഇവിടെ ഒരു യുദ്ധം ഉണ്ടാകും. ഓ, നിങ്ങൾ അങ്ങനെ ഞങ്ങളുടെ കുടുംബശ്രീയിൽ അങ്ങനെ തരം താഴ്ത്തി കാണുകയൊന്നും വേണ്ട. ഞങ്ങളുടെ കുടുംബശ്രീയിൽ അങ്ങനെ അടി ഇടിയും പരിപാടികളൊന്നും ഇല്ല. ഒന്നുമില്ലല്ലോ. ഇല്ല, പറഞ്ഞാൽ ഒരുമയാ. അത് ഇവിടെ വെച്ച് തന്നെ നടത്തേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്ന? വേറെ എവിടെയെങ്കിലും പോകാമല്ലോ, ഔട്ട് ഓഫ് സ്റ്റേഷൻ. അയ്യോ, ഞാൻ ആരാന്നറിയാമോ? ഈ സംഘടനയുടെ ADS ആണ്. അപ്പൊ യോഗ എവിടെ വെച്ച് നടത്തണം? ഇവിടെ വെച്ച് നടത്തണം. ഞാൻ ഒരു കാര്യം ചെയ്യാം, പഞ്ചായത്ത് മെമ്പറെ കൂടെ വിളിച്ചോണ്ട് വരാം. എന്തിന്? കാരണം എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു ഇവിടെ ഒരാൾ ചത്ത് വീണ് കഴിഞ്ഞാല് ഒരു സാക്ഷി വേണമല്ലോ. എല്ലാം എന്റെ പിടിലേക്ക് വന്നിട്ട് കാര്യം ഒന്നും സംഭവിക്കാൻ പോല. അവിടെ നിന്നെ എന്റെ സാരി എങ്ങനെയുണ്ട്? മൂടി കെട്ടിയതൊന്നും ശരിയായില്ലല്ലേ? ഒന്നും കൂടെ ഞാൻ മെമ്പറെ വിളിച്ചിട്ട് വരാം. സത്യം പറഞ്ഞോണ്ടല്ലോടി, ശരിക്കും ADS ആവേണ്ടത് ഞാനായിരുന്നടി. ഒരൊറ്റ വോട്ടിനടി ഞാൻ തോറ്റുപോയത്. ആരുടെ? എന്റെ വോട്ടിന്. അതായത് അല്ല, നീ ADS ആയിരുന്നെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞതാ. അങ്ങനെ. അതെ, നീ എന്താ ADS പറഞ്ഞ ഈ കളർ കോഡ് ഇടാഞ്ഞേ? പിന്നെ ഇനി ഞാൻ ആലപ്പുഴയുള്ള കളർ കോഡ് വരെ പോകാൻ പോവല്ലേ? നീ ഓടി അവിടെ. ആലപ്പുഴയിലെ കളർ കോഡ് അല്ല, ക്രിസ്മസ് അല്ലേ വരാൻ പോണേ. അപ്പൊ ഈ വെള്ളയും ചുമപ്പിട്ടിട്ട് വരാൻ പറഞ്ഞില്ലേ? ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ. എവിടെ? ദാണ്ടെ ഷാളില് ചോപ്പ് കൊണ്ട് അടിയിൽ വെള്ള പാവാട കൊടുത്തിട്ടുണ്ട്. ഓ എടി, ADS പറഞ്ഞാ കേക്കണം. ഓ പിന്നെ കേക്കണം. നീ അവളെ വാലും പൊക്കിക്കൊണ്ട് നടന്നോടി. നീ എപ്പോഴും അവളെ കുറ്റം പറയുന്നു വേണ്ട. നീ എന്റെ മുമ്പിൽ അഭിനയിക്കല്ലേ. അവള് വരുമ്പോ നീ അവളെ തലയ്ക്കകത്ത് അവന് പൊക്കി വെക്കും. പിന്നെ എനിക്കാണെങ്കിൽ അവളെ കണ്ണിട്ടിക്കൊണ്ടോ ഒടുക്കത്ത പൊങ്ങച്ച. സത്യം, എനിക്ക് കോക്കാമിരിച്ചിയെ കാണുന്നതേ ഇഷ്ടമല്ല. ഓക്കാനം വരും. പിന്നെ സത്യം നിങ്ങൾ വന്നാ? ഞങ്ങളിപ്പോ പറഞ്ഞതേ ഉള്ളു. എന്തൊരു ഭംഗിയാ കാണാൻ. സാരിയാ, നല്ല രസമുണ്ട്. ഇതെന്താന്ന് നിങ്ങൾ ഈ സമയത്ത് വന്നത്? കൃത്യനിഷ്ഠമായിട്ട് കറക്റ്റ് സമയത്ത് വരണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഞങ്ങൾ കറക്റ്റ് ആയിട്ടാ വന്നേ. ആ ദീപ്തിയും ക്ലാരിയാണ് തെറ്റിക്കുന്നത്. അവൾമാരെവിടെ? അടച്ചാലേ ഞങ്ങൾക്ക് വരാൻ പറ്റുള്ളൂ. ഒന്ന് വന്ന് ഇരുന്നേ നിങ്ങൾ ഇങ്ങോട്ട്. എന്റെ ADS ഇവക്കടെ ഒടുക്കത്തെ ഒരുക്കത്തെ കല്യാണത്തിൽ പോളവരെ ഇങ്ങോട്ട് വന്നത്. നീ അത്ര കുശുമ്പൊന്നും കാണിക്കണ്ട. നമ്മൾ ഒരുമയാണ്, അത് മറക്കരുത്. നിങ്ങൾ അവിടെ ഇരിക്കും. എന്തായാലും നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് ഈശ്വര പ്രാർത്ഥനയിൽ തുടങ്ങാം. ഇന്ദിര ചേച്ചി അങ്ങോട്ട് ഈശ്വര പ്രാർത്ഥന ചൊല്ല്. ചൊല്ല, അന്ന് എഴുന്നേറ്റ് നിൽക്കാൻ. ചന്തമേറിയ പൂവിലും ശബളർന്ന ശാനശലത്തിലും രവതി ശാരദ പിന്നെ ശ്രീമതി ഞാനും മേൽക്കൂട്ടം കൂടി. ഈശ്വര പ്രാർത്ഥനയാ. ഈശ്വര പ്രാർത്ഥനയായിരുന്നു. ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ പ്രത്യേക അയൽക്കൂട്ടത്തെ കുറിച്ചായിരിക്കും. അല്ല. നമ്മൾ എന്തായാലും ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള ഒരു പരിപാടിയെ പറ്റിയ ചർച്ചയാണല്ലോ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഈ തൊപ്പി ഒന്ന് വെക്കാം. അതൊക്കെ എല്ലാം ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എല്ലാരും വെച്ചോ. അവള് തോറ്റ് തൊപ്പിയിട്ട് ഒന്ന് അറിയിക്കാനാ ഒരു ജഡേജ വന്നിരിക്കുന്നു. ജഡ്ജി എല്ലാരും വെച്ചോ. അവളെ തോപ്പി. അപ്പൊ നമ്മൾ ഇന്നലെ കുറച്ച് കലാപരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു.
അതിന്റെ സമ്മാനം എന്താന്നൊന്നും നമ്മൾ അനൗൺസ് ചെയ്തില്ലല്ലോ. അതപ്പോ ആദ്യം നമുക്ക് അനൗൺസ് ചെയ്യാം. പിന്നെ സംസ്ഥാന ചലച്ചിത്ര അവാർഡല്ലേ അവള് പ്രഖ്യാപിക്കാൻ പോണത്. തുടങ്ങട്ടെ. അപ്പൊ ഇന്നലെ നടന്ന സാരി മടക്കൽ മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് മറ്റാർക്കുമല്ല, നമ്മുടെ സ്വന്തം ഇന്ദിര ചേച്ചി. ശരിയാവും. ഞാനാണ് 8 സാരി മടക്കിയത്. എടി നീ 5 സാരി മടക്കിയിട്ടുള്ളൂ. നീ 8 സാരി മടക്കി എന്നുള്ളത് ശരിയാണ്, പക്ഷെ 8ഉം 8 തരത്തിലായിരുന്നു. ആ 8 സാരി മടക്കണമെങ്കിൽ വൃത്തിയായിട്ട് മടക്കണോടി. എടി വീറും വൃത്തിയില്ലാത്ത നീ കാണാൻ കൊണ്ടാന്ന് മടക്കി വെച്ച സാരി മടക്കലാവൂല. ഇന്ദിര ചേച്ചി ഒരുമയാണ്, ഒരുമ ഈ അയൽക്കൂട്ടത്തിൽ ഇവിടെ ചേർത്തണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. അടുത്ത മത്സരം നുണപറച്ചിൽ മത്സരം. അതെന്തായാലും എല്ലാ വർഷത്തെയും പോലെ തന്നെ നമ്മുടെ ദീപ്തിക്ക് തന്നെയാണ്. അത് പിന്നെ പ്രത്യേകം മത്സരം വെക്കണ്ട, അവളെ വായിന്ന് നുണയല്ലേ വരുള്ളൂ. എടി നീ എല്ലാ ദിവസവും എന്നോട് പറയണ നുണകളാണ് ഞാൻ ഇന്നലെ നുണ മത്സരത്തിന് ഇവിടെ പറഞ്ഞത്, അറിയാവോ? എടി നീ കൂടുതൽ പറയണ്ട. രാവിലെ ഞാൻ ഒരുങ്ങി നിന്നപ്പോ നീ ഈ ഏഡീസിനെ കുറിച്ച് നുണ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇത്ര താമസിച്ചു വന്നത്. ഞാൻ പറഞ്ഞേക്കാം, ജഡ്ജസിന്റെ തീരുമാനം അന്തിമമായിരിക്കും കേട്ടല്ലോ. അടുത്തത് കസേരകളി മത്സരമാണ്. ഇതിലെന്തായാലും ആർക്കും ഒരു തർക്കവും ഉണ്ടാവത്തില്ല. കസേരകളി മത്സരത്തിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് ഈ സുമ ചേച്ചിക്ക്. അവളെ എന്നാ ഒരു ഒച്ചപ്പാട് കേൾക്കുന്നേ? അത് ചേട്ടാ ഒരുമ കുടുംബശ്രീയുടെ യോഗമാ. ആണല്ലേ? വീട്ടിലെ എരുമ കയറി പൊട്ടിച്ചോണ്ട് പോയോണ്ട് ചോദിച്ചാ നിന്റെ കലപ്ര കാരണം ഒരലപ്രയില്ല. അതെ, നിങ്ങൾക്ക് പണ്ടിനാളെ ഈ കസേര ഇറങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്റെ കസേരകളിലേക്ക് ജയിക്കണത് ഞങ്ങൾക്ക് ഉറപ്പാണ്. നിങ്ങൾ എല്ലാരും കണ്ടതല്ലേ, ഞാനല്ലേ ജയിച്ചത്? പറയാൻ സാമർത്ഥ്യമാണോ? നല്ലൊരു ക്രിസ്മസ് ആ വരാൻ പോണത്. ഇനി അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാം. കഴിഞ്ഞ മീറ്റിംഗിൽ നമ്മൾ തീരുമാനം എടുത്തായിരുന്നു പതിവിലും വിപരീതമായിട്ട് കരോൾ സംഘം ഇറങ്ങണമെന്ന്. അത് ഇറങ്ങുന്നത് എല്ലാ വർഷവും എല്ലായിടത്തും ആണുങ്ങൾ ഇറങ്ങുന്നത്. ഈ പ്രാവശ്യം നമ്മൾ പെണ്ണുങ്ങൾ ഇറങ്ങും. എല്ലാവർക്കും സമ്മതാണല്ലോ. ഇനി അതിന് കുറച്ച് ആളുകളെ ഞാൻ ഓരോ കാര്യത്തിലും നിയമിക്കാൻ പോവുക. ബാൻഡ് സെറ്റ് യമുന വായിച്ചു. ഞാൻ ചെയ്തോളാം. താളബോധമുള്ളൂ. ഞാൻ വായിച്ചോളാം. എനിക്ക് നല്ല താളം കുടിച്ചോണ്ട് വരുമ്പോ ഞാൻ കുനിച്ചിരുത്തി നല്ല താളത്തിൽ നല്ല ഇടിക്കുന്നത്. നല്ല താളവാ, നല്ലതാ. നല്ല ഏതോ തന്നെ വായിക്കട്ടെ. ക്ലാർനെറ്റ് ക്ലാര വായിക്കും. അയ്യോ, ഒരു ക്ലാർനെറ്റ് എടുത്തു വെക്കാൻ ത്രാണിയില്ലാത്ത ഈ കൊച്ചു വായിക്കാൻ നടക്കണ. അതെ, കൂടുതലൊന്നും പറയണ്ട. വീട്ടിൽ ഇരുന്ന് കാർന്നോരെ ഞാൻ പൊക്കി അപ്പുറത്തെ വിളയിൽ കളഞ്ഞതാ. പിന്നെ അല്ലേ ഈ കുഞ്ഞൊരു ക്ലാർനെറ്റ്. അവൾക്കൊരു കുശും വേണ്ടില്ലേ? കണ്ട, അവക്ക് നല്ല പാരമ്പര്യമില്ലല്ലോ. അപ്പൊ ഇനി അടുത്തതായിട്ട് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ക്രിസ്മസ് പപ്പാഞ്ഞിനെയാണ്. ഇതിപ്പോ ആർക്കും എതിരഭിപ്രായമൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഒരാളുടെ പേര് പറയാം. നമ്മുടെ സുമതി. സുമതിയാവുമ്പോ വയറൊന്നും വെക്കണ്ട, 7 മാസം ആയല്ലോ. വെറുതെ നമ്മുടെ കൂടെ അങ്ങ് നടന്നാ മതിയല്ലോ. ഇനി ക്രിസ്മസ് ആയതുകൊണ്ട് എന്റെ ചെലവില് കുടുംബശ്രീയുടെ വക ഒരു കേക്ക് ഇവിടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ കേക്ക് മുറിച്ചൊന്ന് സന്തോഷം പങ്കിട്ടാലോ? ലോകത്തിലെ ഏറ്റവും വലിയ കേക്കാണ്. എനിക്ക് കേക്ക് ഇഷ്ടമല്ല, ഷുഗറാ. നമുക്ക് ഏറ്റവും മുതിർന്ന അംഗമായ ഇന്ദിര ചേച്ചിക്ക് തന്നെ കൊടുക്കാം. ഇന്ദിര ചേച്ചി ക്രിസ്മസ് അടുത്ത ആഴ്ചയല്ലേ? ഇതിനകത്ത് ഉണങ്ങിച്ചുരുണ്ട് കിടക്കുന്ന കറുത്ത സാധനം ഇല്ലേ, അതെനിക്ക് കിട്ടിയില്ല. അതുമല്ല, പിന്നെ കാഷ്വാലിറ്റി കിട്ടിയില്ല. കാഷ്വാലിറ്റി എന്ന് പറഞ്ഞ എന്താണ് ഇങ്ങനെ ചുരുണ്ടിരിക്കുന്നവർക്ക് പോലത്തെ സാധനം അത് കിട്ടില്ല. ഇത് അഴിമതിയാണ്. എന്റെ ഇന്ദിര ചേച്ചി, ഇത് ഞാൻ ഉണ്ടാക്കിയതല്ലോ, കടന്നു ഉണ്ടാക്കി വെച്ചതാണ്. എന്നിട്ട് നക്കിയിട്ട് വെച്ചതല്ലേടി.
വാർഷികം നടത്തുമ്പോൾ അടിയിടിയും ബഹളമായിരിക്കും. എങ്ങനെയുണ്ട് എന്റെ ഭാര്യയും കൂട്ടി ഒരുമിച്ച മാർഗം കളി? ഒരു കാര്യം ചെയ്യാം, നമ്മുടെ പാർട്ടിയുടെ സമ്മേളനത്തിന് ഇവരുടെ ഈ മാർഗം കളിക്ക് വെച്ചാലോ? വെച്ചാലോ? വെക്കണം. ഇത് മാർഗം കളിയല്ല, ഒരു മാർഗവും ഇല്ലാതെ ഞങ്ങൾ അടികൂടിയതാ. ഒരു രക്ഷയില്ല ഇവളുമാരെ കൊണ്ട്. അടിയൊക്കെ ഈ സ്റ്റൈലായോ നിങ്ങള്? ഉത്തമ, കുടുംബശ്രീ അല്ലേ? അല്ലെങ്കിൽ ഈ 4 പെണ്ണുങ്ങൾ കൂടുന്നിട്ട് വളവളാന്ന് വർത്താനം പറയാൻ അടിയും നടക്കും. അത് തന്നെ, അതടിയാ. അതൊക്കെ നമ്മൾ ആണുങ്ങൾ. ഇപ്പൊ തന്നെ കലാ സാംസ്കാരിക വേദിയുടെ പ്രസിഡന്റ് ആയിട്ട് ഞാൻ 10-25 വർഷമായി. ഒരു പ്രശ്നവും അവിടെ ഇല്ലല്ലോ, ഒരു വിഷയം ഇവിടെ ഇല്ല. ഞാൻ തന്നെ വിഷയമൊന്നും പറയല്ലേ. നിങ്ങളെ മാറ്റണമെന്നും പറഞ്ഞ ചെറിയൊരു ചർച്ച അവിടെ നടക്കുന്നുണ്ട്. എന്നെ മാറ്റണം നീയല്ലേ പറഞ്ഞു, വേറെ ആരും പറഞ്ഞില്ല. ഞാനല്ല, സദാശിവൻ പറഞ്ഞു, സഹദേവൻ പറഞ്ഞു, സുമാഷ് പറഞ്ഞു, എല്ലാരും പറഞ്ഞു. സദാശിവനും സഹദേവനും പറഞ്ഞെങ്കിലും വർഷങ്ങളായിട്ട് ഞാൻ എന്റെ സ്ഥാനത്തിരിക്കാൻ ഒരുപാട് പേർക്ക് താല്പര്യമുള്ളതായിട്ടല്ലേ ഞാൻ ഇരിക്കുന്നത്. അല്ല, അങ്ങനെ പറയരുത്. എങ്ങനെ പറയുന്നത്? അങ്ങനെ നിങ്ങൾ പറയരുത്. നിങ്ങൾ ആ സാധനം ഒഴിഞ്ഞു പോകണം. അല്ല, നിങ്ങൾ ഒഴിഞ്ഞു ഞങ്ങള് പെണ്ണുങ്ങളുടെ ഇടയിൽ മാത്രമല്ലല്ലേ, നിങ്ങൾ ആണുങ്ങളുടെ ഇടയിലുണ്ടല്ലോ ഈ അടിയൊക്കെ. ഇപ്പൊ മനസ്സിലായില്ലേ? എവിടെ കൂട്ടമുണ്ടോ അവിടെ കൂട്ട അടിയുണ്ട്. സെയിം പിച്ച്.